ഇൻഫർമേഷൻ വാർ റൺ ചെയ്യുന്നത് ഇക്കോസിസ്റ്റങ്ങളാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഘടന എന്താണ്? ഇസ്ലാമിക് ഇക്കോസിസ്റ്റം ഏറ്റവും പ്രകടമാവുന്നതും ഏറ്റവും ആക്റ്റീവ് ആവുന്നതും 1970s ശേഷമാണ്. താലിബാൻ്റെ ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ താലിബാൻ്റെ നെറ്റ്വർക്ക് അവർ യൂസ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ച് പാകിസ്ഥാനിലുള്ള കശ്മീരി മിലിറ്റൻസിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേറ്റ് ഫണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ ജോർജ് സോറോസ് ആണ്. ഇന്ത്യൻ ഗവൺമെൻറ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെൻറ്റിന് ഒരു $10 million എയ്ഡ് കൊടുത്തായിരുന്നു. ശ്രീ സുധീർ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഇന്ന് പല രീതിയിലാണ് നടക്കുന്നത്. പലപ്പോഴും സൈനികർ മാത്രമല്ല, ആയുധങ്ങൾ മാത്രമല്ല, ഇന്ന് ഡേറ്റ വലിയൊരു ആയുധമാണ്. അതായത് ഇൻഫർമേഷൻ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ആഗോള ഗൂഢാലോചനകൾ നടന്നുവെന്ന് താങ്കളുടെ പേജായ തിങ്ക് ടാങ്കിൽ ഉൾപ്പെടെ ഇതിനെപ്പറ്റി വിശദീകരണങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് ഇങ്ങനെയൊരു കണ്ടെത്തലിലേക്ക് നയിച്ചത്? എന്താണ് ഇങ്ങനെ തോന്നാൻ കാരണം? 2019 ഇലക്ഷൻ, അതിൽ നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുള്ളതും ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ന്യായ് പദ്ധതി എന്നും പറഞ്ഞ് 6000 രൂപ വീതം ജനങ്ങൾക്ക് വെറുതെ കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് ആ പദ്ധതിയുടെ അപ്പുറത്തേക്കുള്ള എന്ന് വെച്ചാൽ വെറുതെ പൈസ കൊടുക്കാനുള്ളൊരു പദ്ധതി അല്ല, അത് പൈസ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. സോ ആ ഒരു ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ആ ഒരു അന്വേഷണത്തിൻ്റെ പിന്നാലെ പോയപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് കേവലം ഒരു ന്യായ പദ്ധതിയല്ല, ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്, ഒരുപാട് ഇക്കോസിസ്റ്റങ്ങൾ ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അതിനുശേഷം നമ്മൾ കണ്ടെത്തിയത് ഒരുപാട് ഇക്കോസിസ്റ്റങ്ങളുടെ ഒരു വലിയ നെറ്റ്വർക്കാണ്. പിന്നെ നമ്മൾ സൈലൻ്റായിട്ട് ഒരുപാട് അന്വേഷിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് 2024 വരുമ്പോൾ എന്താ പറയുക, ഈ ന്യായ് പദ്ധതി തന്നെ വീണ്ടും ഒന്ന് റിഫോം ചെയ്ത് മറ്റൊരു രീതിയിൽ വന്നു. അത് സ്ത്രീകൾക്ക് 8500 രൂപ വീതം കൊടുക്കുന്ന, എന്ന് വെച്ചാൽ 2019 72,000 ആയിരുന്നു, 2024 ആയപ്പോൾ അത് 1,00,000 ആക്കി. പക്ഷേ ഇത്തവണ അതിന് കുറേ കൂടെ മൈലേജ് കിട്ടി. ഇൻഫർമേഷൻ വാർ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് വ്യാജമായിട്ടുള്ള ഇൻഫർമേഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതെ, ഈ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം നമ്മളൊരു ഫാക്ട് ചെക്ക് വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിക്കോ ഇതെല്ലാം ഈ കളവുകൾ പൊളിഞ്ഞു പോയാലും ശരി, ഒരുപാട് ജനതയുടെ മനസ്സിൽ ഈ ഒരു എലമെൻ്റ് ഓഫ് ഡൗട്ട് കിടക്കും. ഈ എലമെൻ്റ് ഓഫ് ഡൗട്ടുകൾ ഇങ്ങനെ ഒരു എന്താ പറയുക അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സമയത്ത് ഈ എലമെൻ്റ് ഓഫ് ഡൗട്ടുകളെല്ലാം കൂടെ ഈ ജനത എന്തിനു വേണ്ടിയാണോ നിലകൊണ്ടിരുന്നത് അതിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങും. ആ രീതിയിൽ അതിനെ എൻകാഷ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഫർമേഷൻ വാർ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവരുടെ ലക്ഷ്യം. അത് അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ ഒരു എന്താ പറയുക വ്യവസ്ഥാപിതമായിട്ടുള്ള രീതികളുണ്ട്, അതിനുവേണ്ട ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പോലെ വളരെ വലിയ ഒരു പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെതിരെ പറഞ്ഞു വരുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്ത സർക്കാരാണ്. പക്ഷേ നിരവധി പ്രചാരണങ്ങൾ ഇത് ആഗോള തലത്തിൽ തന്നെ ഉണ്ടായി എന്നൊരു ആരോപണം ഉയർന്നു. ഈ ആഗോള തലത്തിൽ തന്നെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മേഖലകൾ നിയന്ത്രിച്ചുകൊണ്ട് ആഗോളതലത്തിൽ ഇങ്ങനെയൊരു പ്രചാരണമോ അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയോ നടന്നിട്ടുണ്ടോ? അത് അങ്ങനെ ഒരു ആരോപണം ഉയർന്നിരുന്നു. അതിന് സാധ്യതയുണ്ട്. എന്താണ് പറയുന്നത്? നടന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം നേരത്തെ ഇക്കോസിസ്റ്റങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, ഇതൊന്നും ആഭ്യന്തര ഇക്കോസിസ്റ്റങ്ങളല്ല, ഇതെല്ലാം ഇൻ്റർനാഷണൽ ഇക്കോസിസ്റ്റങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജാതി സെൻസസ് വന്നു. ഈ ജാതി സെൻസസിൻ്റെ പഠനം തുടങ്ങുന്നത് ഫ്രാൻസിലാണ്. പഠനം തുടങ്ങുന്നത് 2019 ഇതിൻ്റെ റിപ്പോർട്ട് വരുന്നത് 2021. ഈ 2021 വന്നിട്ടുള്ള ഈ റിപ്പോർട്ടിൽ നിന്നും ഇതേപോലൊരു പൊളിറ്റിക്കൽ വെപ്പൺ ഇവർ ഡിവൈസ് ചെയ്ത് എടുക്കുന്നത് പിന്നെയും വർഷങ്ങളെടുത്തുകൊണ്ടാണ്. ഈ ഫ്രാൻസിലെ ഈ ഒരു ഗവേഷണ സ്ഥാപനം ഫണ്ട് ചെയ്യുന്നത് ടൈം മാഗസിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ഹെൻറി ലൂസിൻ്റെ NGO ആണ്. അതിന് പുറമെ ജോർജ് സോറോസിൻ്റെ ഫണ്ടിങ്ങും ഉണ്ട്. സോ ഇറ്റ്സ് എ ഹ്യൂജ് നെറ്റ്വർക്ക്.
ഈ ഒരു നെറ്റ്വർക്ക് മാത്രം നോക്കിയാൽ മതി ഇതിൻ്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള വേരുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ ന്യായ് പദ്ധതി, നൊബേൽ ലോറേറ്റ് ആയിട്ടുള്ള അഭിജിത്ത് ബാനർജിയാണ് ഈ പദ്ധതിയുടെ ഉപജ്ഞാതാവെന്ന് അന്നേ ഒരുപാട് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ അഭിജിത്ത് ബാനർജിയുടെ സ്ഥാപനം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബ്ദുൽ ലത്തീഫ് ജയ്പാൽ എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. അദ്ദേഹം തന്നെ തുടങ്ങിയൊരു സ്ഥാപനമാണ്. ഈ അബ്ദുൽ ലത്തീഫ് ജയ്പാൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ എന്ന് പറയുന്നത് ഒരു സൗദി നാഷണലാണ്. അദ്ദേഹത്തിനെ പറ്റിയിട്ടും ഒരുപാട് ഇതുപോലെയുള്ള ഇൻ്റർനാഷണൽ ലെവലിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പദ്ധതികൾ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. സോ ഇതുപോലെ ഓരോന്നിൻ്റെയും പുറകെ പോയി കഴിഞ്ഞു എന്നുണ്ടെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഒരുപാട് ട്രാക്കുകൾ കാണാം. സോ ഒബ്വിയസ്ലി ഇൻ്റർനാഷണൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് ഇറ്റ്സ് നോ മോർ എ കോൺസ്പിരസി തിയറി. ഇത് ഓൾമോസ്റ്റ് എസ്റ്റാബ്ലിഷ് ആയ കാര്യമാണ്. എന്തുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ ഇത് സംഭവിക്കുന്നു? അതായത് നരേന്ദ്രമോദി എങ്ങനെ ഇവരുടെ ശത്രുവായി മാറും? കാരണം അത് പറയണമെങ്കിൽ ആദ്യം ഇൻഫർമേഷൻ വാർ എന്താണ് എന്ന് പറയണം. ഇൻഫർമേഷൻ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, പാർട്ട്ലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഫേക്ക് ഇൻഫർമേഷൻ, ഇതെല്ലാം വേണ്ട രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ടാർഗറ്റഡ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ചിന്താധാര വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലോക്കൽ ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള ഒരു നോഷൻ വളർത്തിക്കൊണ്ടുകൊടുക്കുക. അതായത് ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അയാൾക്കെതിരെയും ഉണ്ടാക്കിയെടുക്കുക. അതെ, അതിപ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിലാവണമെന്നില്ല, അത് പൊളിറ്റിക്കൽ പാർട്ടികൾ തമ്മിലാവണമെന്നില്ല, ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിലാവാം, മറ്റ് പല അജണ്ടകളുള്ളവർ തമ്മിലാവാം. പക്ഷേ ഈ പറയുന്ന ഇൻഫർമേഷൻ മാനിപ്പുലേഷൻ ഒരു വാറിൻ്റെ ലെവലിലേക്ക് എത്തുന്നത് ഒബ്വിയസ്ലി രാഷ്ട്രങ്ങൾ തമ്മിലാവുമ്പോഴാണ്. സോ ദാറ്റ് ഈസ് ഓൾ ഒരു സിമ്പിൾ ഡെഫിനേഷൻ അത്രയാണ്. സോ ഈ ഇൻഫർമേഷൻ വാറ് നമ്മൾ ഈ രാഷ്ട്രങ്ങൾ തമ്മിലാവുമ്പോൾ അതിൽ ഒരുപാട് ഘടകങ്ങൾ ഇൻവോൾവായി വരും. ലൈക്ക് അവിടെയാണ് ഇത് ആരാണ് ചെയ്യുന്നത്. സംഭവം ശരിയാണ്, രാഷ്ട്രങ്ങൾ തമ്മിലാണ് ഇത് വരുന്നത്. പക്ഷേ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഇത് ആര് ചെയ്യുന്നു എന്നുള്ള ചോദ്യം വരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു ഇക്കോസിസ്റ്റം മറ്റൊരു ഇക്കോസിസ്റ്റത്തിന് ഒരു പരിധിയുടെ അപ്പുറത്ത് വളരാൻ അനുവദിക്കില്ല. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇപ്പോൾ ഒരു US ഇക്കോസിസ്റ്റം ആണെന്നുണ്ടെന്ന് വെച്ചാൽ അവർക്ക് ചൈനയായിട്ട് കോൺട്രഡിക്ഷൻ ഉണ്ടായിരിക്കും. ചൈനയാണെന്നുണ്ടെന്ന് വെച്ചാൽ വേറെ ഇക്കോസിസ്റ്റമായിട്ട് കോൺട്രഡിക്ഷൻ ഉണ്ടായിരിക്കും. പക്ഷെ അതുപോലെ ഇന്ത്യ ഇപ്പോൾ വളർന്നു വരുന്നൊരു ശക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടേതായിട്ടുള്ളൊരു ഇക്കോസിസ്റ്റം വരും. ആ ഇക്കോസിസ്റ്റം വന്നു കഴിഞ്ഞു എന്നുണ്ടെന്ന് വെച്ചാൽ ഇവരുടെ പല താല്പര്യങ്ങൾക്കും വിഘാതമായിരിക്കും. അപ്പം ഇത് മുളയിലേ നുള്ള എന്നുള്ളൊരു അജണ്ടയാണ് ഈ എക്സിസ്റ്റിംഗ് ഇക്കോസിസ്റ്റങ്ങൾക്കുള്ളത്. അപ്പോൾ അതാണ് ഒരു ഒബ്വിയസ് റീസൺ എന്ന് എനിക്ക് തോന്നുന്നു. പ്രധാനമായിട്ടും ഒരു സ്ഥിരതയുള്ള ഒരു ശക്തനായ ഭരണാധികാരിയുള്ള ഒരു സർക്കാർ വരുന്നു ഒരു രാജ്യത്തുണ്ടെങ്കിൽ അത് ആ രാജ്യത്തിന് വളർച്ച ഉണ്ടാകാനും സ്വാഭാവികമായിട്ടും ആഗോളതലത്തിൽ വലിയൊരു ശക്തിയാകാനും സാധ്യത. പ്രധാനമായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങളുള്ളൊരു രാജ്യമാണ്. നമുക്ക് അത്രത്തോളം ജനസംഖ്യയുണ്ട്, അത്രത്തോളം വിഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രാജ്യം നല്ലൊരു സ്ഥിരതയാർന്ന സർക്കാർ ഉണ്ടെങ്കിൽ ഉയർന്നു പോകും എന്നുള്ളൊരു ചിന്ത ഇവർക്കുണ്ടാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ചൈനയായാലും അമേരിക്കയായാലും അവരുടേതായ താല്പര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ വളർച്ച അവരെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഈ പറയുന്നതൊന്നും രാഹുൽ ഗാന്ധിയുടെ സ്വന്തമല്ല എന്നും അദ്ദേഹത്തെ കൊണ്ട് ആരൊക്കെയോ പറയിപ്പിക്കുകയാണെന്നും അദ്ദേഹത്തിൻ്റെ പിന്നിൽ വലിയൊരു ശക്തിയുണ്ടെന്നും പറയുന്നത് ശരിയാണോ? എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അല്ല, അങ്ങനെ സംശയിക്കാനുള്ള കാരണം ഇദ്ദേഹം ഈ ഇലക്ഷൻ സമയത്ത് പുറത്തോട്ട് വിട്ടിട്ടുള്ള ഒരുമാതിരി എല്ലാ അജണ്ടകളും അല്ലെങ്കിൽ ഒരുപാടെല്ലാം മുദ്രാവാക്യങ്ങളും ഇതെല്ലാം പുറത്തുനിന്ന് വന്നതാണ് എന്നുള്ളതിൻ്റെ ട്രെയിൽ അങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ന്യായ് പദ്ധതി, ഫ്രീ ബീസ് കൊടുക്കുന്നു. ഈ ഫ്രീ ബി പൊളിറ്റിക്സ് വരുന്നത് അഭിജിത്ത് ബാനർജിയുടെ US NGO വഴിയാണ്. അവരാണ് അതിൻ്റെ ഉപജ്ഞാതാക്കൾ. ജാതി സെൻസസ് വരുന്നു, അതിൻ്റെ ഉപജ്ഞാതാക്കൾ ക്രിസ്റ്റഫർ ജെഫ്രലോട്ട് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഹിസ്റ്റോറിയനാണ്, ഇൻഡോളജിസ്റ്റാണ് പുള്ളി. സോ ഈ ഇതുപോലെ ഓരോ പദ്ധതികളുടെയും ഒരു എന്താ പറയുക, അതിൻ്റെ പുറകിലുള്ള തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വേറെ ആൾക്കാരാണ്. സോ ഈ ഒരു പോയിന്റ് മതിയല്ലോ ഈ പറയുന്ന അജണ്ടകൾ പുറത്തുനിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.
ഈ ജോർജ് സോറോസിനെ കുറിച്ച് പറഞ്ഞല്ലോ. എന്താണ് സോറോസ്? എനിക്ക് തോന്നുന്നത് 100 വയസ്സ് അടുപ്പിച്ചുള്ള ഒരാളാണ്. അപ്പോൾ അയാളെ പറ്റി കുറച്ച് കാലങ്ങളായിട്ട് കേട്ടു വരുന്നുണ്ട്. വളരെ വലിയ അജണ്ടകൾ ഇന്ത്യയിൽ സാധ്യമാക്കുന്നതിനെ പറ്റി ഇപ്പോൾ കശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ ഇയാൾ പരാമർശം നടത്തിയിട്ടുണ്ട്. എന്താണ് ഈ ജോർജ് സോറോസിനോ ഇന്ത്യയിലുള്ള ഈ താല്പര്യം? അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അയാൾ ഇതൊക്കെ ചെയ്യുന്നു? ആരാണ് ഇയാൾ? ആക്ച്വലി ജോർജ് സോറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യയിലുള്ള താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജ് സോറോസിന് വളർന്നു വരുന്ന ഏതൊരു ഇക്കോണമിയിലുള്ള താല്പര്യമാണ്. എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നുണ്ടെന്ന് വെച്ചാൽ ഇക്കോണമി ഷോർട്ട് ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു പിടി രാജ്യങ്ങൾ പുള്ളിയുടെ ഈ അജണ്ടയിൽ പെട്ടിട്ട് തകർന്നിട്ടുണ്ട്. ചിലതൊക്കെ ഉയർത്തെണീറ്റിട്ടുണ്ട്, ചിലത് ഇപ്പോഴും ബുദ്ധിമുട്ടുന്നു. അപ്പോൾ ഇന്ത്യ വളർന്നു വരുന്ന ഒരു ഇക്കോണമിയാണ്. ഒരു എന്താ പറയുക, ഇപ്പോൾ തന്നെ $5 trillion ടാർഗറ്റ് ചെയ്യുന്നത്. അതിൻ്റെയും അപ്പുറത്തേക്ക് പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. സോ ഒബ്വിയസ്ലി ആ ഒരു പൊട്ടൻഷ്യൽ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങേർക്കുണ്ടാവുന്ന ലാഭം വളരെ വലുതാണ്. അതുകൊണ്ട് ഒബ്വിയസ് റീസൺസ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഈ അജണ്ടയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അദ്ദേഹം ഈ പറയുന്ന ആൾക്കാരുടെയും പൊളിറ്റിക്സാണ്, സംശയമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു ലെഫ്റ്റ് നിയോ ലിബറൽ പൊളിറ്റിക്സിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായും ഇവിടെ അതിന് വെല്ലുവിളിയാകുന്ന ഒരു പൊളിറ്റിക്സ് വളർന്നു വരുന്നത് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സോ അതുകൊണ്ടാണല്ലോ അദ്ദേഹം എത്രയോ ഒരു $1 billion മറ്റോ നാഷണലിസത്തിനെതിരെ, സ്പെസിഫിക്കലി ഇന്ത്യൻ നാഷണലിസത്തിനെതിരെ ഡിക്ലെയർ ചെയ്തത്. അതെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം യൂട്യൂബ് ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ നാഷണലിസ്റ്റ് പൊളിറ്റിക്സിനെതിരെ ഒരു അജണ്ടകൾ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. ഈയിടെ ഞാനൊരു ട്വീറ്റ് കണ്ടായിരുന്നു. ഒരു ഗ്രാഫാണ്. ആ ഗ്രാഫിൽ എലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് വരെയുള്ള എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 2024 മാർച്ച് വരെയുള്ള റീച്ച്, അത് കഴിഞ്ഞ് 2 മാസത്തെ റീച്ച്, ഏപ്രിൽ മെയ്, അത് കഴിഞ്ഞ് ജൂണിലെ റീച്ച്, കറക്റ്റ് ഈ എലക്ഷൻ പ്രചാരണം നടന്നുകൊണ്ടിരുന്നിരുന്ന അല്ലെങ്കിൽ 5 ഘട്ടങ്ങളോ മറ്റോ ആയിട്ട് എലക്ഷൻ നടന്നിരുന്ന സമയത്ത് ആ പ്രൊഫൈലിൻ്റെ റീച്ച് താഴ്ന്നിരിക്കുകയാണ്. അതിന് മുമ്പുള്ള സമയം അതിന് ശേഷമുള്ള സമയം റീച്ച് നോർമലാണ്. സോ ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ആ സമയത്ത് ഈ ഒരു സംഭവം കണ്ടൻറ്റ് സപ്രസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിന് വേറൊരു ആർഗ്യുമെൻറ്റും കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ എലക്ഷൻ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയകൾക്കൊക്കെ ചാകരയാണ്. ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് വരുന്നതും മത്സരിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുന്നതും ആ സമയത്താണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരുപാട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് സ്പോൺസേഡ് പോസ്റ്റുകളല്ലാതെ ബാക്കിയുള്ള കണ്ടൻറ്റുകളെല്ലാം സപ്രസ് ചെയ്യുന്നു എന്നുള്ളൊരു ആർഗ്യുമെൻറ്റും കൂടിയുണ്ട്. പക്ഷേ അവിടെയും ഈ പറഞ്ഞൊരു മിസ്മാച്ച് കാണാം. ഈ ദേശീയ പക്ഷത്ത് നിന്ന് ഇതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു അഭിപ്രായങ്ങൾ ഉണ്ട്. സത്യമാണോ? സമ്മതിക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ആ ഒരു എന്താ പറയുക, പ്രചണ്ഡമായ പ്രചാരണത്തെ തടയാൻ കഴിഞ്ഞില്ല. ആ ഒരു TDM മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഈ പറയുന്ന ഇപ്പോൾ ജാതി സെൻസസ് ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രീബീസ് ആയാലും ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ്റിന് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന പ്രൊപ്പോസിഷൻസ് അല്ല. ഇതിന് പകരം ഇതിനേക്കാൾ വലിയ ഫ്രീബി കൊടുക്കുക അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ എന്തെങ്കിലും നയം സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവൺമെൻറ്റിന് പറ്റുന്ന കാര്യമല്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നോക്കിയാലറിയാം 8 കോടിയോളം നോട്ടീസുകളാണ് ഈ ഒരു 1 ലക്ഷം രൂപ കൊടുക്കാമെന്നും പറഞ്ഞിട്ട് വിതരണം വീടുകളിലെത്തിച്ചിരുന്നത്. അതെ, അതിനേക്കാൾ ഒരുപാട് അധികം വരും ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിറ്റി ഓഡിയൻസ്. അതെ. അപ്പോൾ ഈ ഇത്രയും ആളുകൾക്ക് ഒരു വർഷം 1 ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ തുക എത്രയാണ്? നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ്? സോ ബഡ്ജറ്റിനെ വളരെ എന്താ പറയുക തച്ച് തകർക്കുന്ന രീതിയിലുള്ള ഒരു നമ്പേഴ്സാണ് നമുക്ക് ആ ഫ്രീ ബീസ് മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതെ. സോ ആ ഒരു പ്രചാരണത്തിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക്
നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു പോരായ്മ തന്നെയാണ്. മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 2019 ഈ ഒരു ന്യായ് പദ്ധതി വന്നിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും ആംപ്ലിഫൈ ചെയ്ത് വരും എന്നുള്ളത് പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഭാഗത്ത് ഒരു ഷോർട്ട് കമ്മിങ് വന്നിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ഇനി അങ്ങോട്ട് ഈ പറയുന്ന ഇൻഫർമേഷൻ വാർ കാലങ്ങൾ മാറുകയാണ്. അല്ലെങ്കിൽ 2000-ലുണ്ടായിരുന്ന ഡേറ്റയല്ല 2024 അല്ലെങ്കിൽ അതിൻ്റെ മാനിപ്പുലേഷനും അതിൻ്റെ വിശകലനങ്ങളും 2024 വ്യത്യാസപ്പെടുന്നുണ്ട്. ഇനി 2029 ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതുപോലെ നിരവധി മഴ പോലെ പെയ്യാനുള്ള സാധ്യതകളുണ്ട്, പ്രത്യേകിച്ചും വ്യാജ പ്രചാരണങ്ങൾ ഉൾപ്പെടെ. എന്തായിരിക്കും ഇതിനെ നേരിടാൻ എന്തായിരിക്കും ചെയ്യാൻ കഴിയുക? ഓക്കെ, അതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇൻഫർമേഷൻ വാർ റൺ ചെയ്യുന്നത് ആരാണെന്നാണ്. ഇൻഫർമേഷൻ വാർ റൺ ചെയ്യുന്നത് ഇക്കോസിസ്റ്റങ്ങളാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. ഈ ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഘടന എന്താണ്? ഓക്കെ, അത് മനസ്സിലാക്കിയാൽ ഇതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, നമുക്കെങ്ങനെ കൗണ്ടർ ചെയ്യാം എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. സോ ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഒരു 4 ലെയർ സിസ്റ്റമാണ്. അതിന് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫണ്ടിങ് സോഴ്സ് ഉണ്ടായിരിക്കും. ഈ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫണ്ടിങ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമുക്കാൽ ഇക്കോസിസ്റ്റങ്ങളിലും ആ ഫണ്ടിങ് സോഴ്സ് കോർപ്പറേറ്റ് ഫണ്ടിങ് ആയിരിക്കും. ചില എക്സെപ്ഷൻസ് ഉണ്ട്, ബട്ട് പ്രഡോമിനൻ്റ്ലി ആ ഫണ്ടിങ് മെക്കാനിസത്തിൻ്റെ താഴെ ഒരു തിങ്ക് ടാങ്കോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്ക് ടാങ്ക്സോ ഉണ്ടായിരിക്കും. ഈ തിങ്ക് ടാങ്കുകളുടെ താഴെ നെക്സ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൺ അസറ്റുകളാണ്. ഹ്യൂമൺ അസറ്റ് എന്ന് പറഞ്ഞാൽ അരുന്ധതി റോയ് അല്ലെങ്കിൽ തീസ്ത സെതൽവാദ് അല്ലെങ്കിൽ ഗ്രേറ്റ തൻബർഗ് ഇതുപോലെയുള്ള ആൾക്കാരാണ് ഹ്യൂമൺ അസറ്റുകൾ. അതിൻ്റെ താഴെ വരുന്നത് PR മെഷീനറിയാണ്. ഈ 4 ലെയേഴ്സാണ് ഒരു ഇക്കോസിസ്റ്റത്തിലുള്ളത്. സോ ഈ കോർപ്പറേറ്റ് ഫണ്ടിങ് വരുന്നു, സ്വാഭാവികമായിട്ടും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, പിന്നെ അവരുടെ അജണ്ടകൾ പെർപെട്രേറ്റ് ചെയ്യണം. ഇതിനനുസരിച്ച് ഈ തിങ്ക് ടാങ്കുകൾ ഗവേഷണങ്ങൾ നടത്തുന്നു. അങ്ങനത്തെ തിങ്ക് ടാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ക്രിസ്റ്റഫർ ജെഫ്രലോട്ടിൻ്റെ തിങ്ക് ടാങ്ക് അല്ലെങ്കിൽ അഭിജിത്ത് ബാനർജിയുടെ ജയ്പാൽ, അതുപോലെ ന്യൂമറസ് തിങ്ക് ടാങ്ക്സ്. ഈ തിങ്ക് ടാങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. ഈ നറേറ്റീവ് അതാത് കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൺ അസറ്റുകളുടെ ജോലി. ഇപ്പോൾ എന്താ പറയുക, ഇന്ത്യയിലാണെന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ജാതിയോ അതുപോലെയുള്ള കാര്യങ്ങളും പറഞ്ഞ് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് എന്തെങ്കിലും ഒരു പിന്നോക്കാവസ്ഥ മുതലെടുത്തുകൊണ്ട് ഈ അജണ്ട അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. PR മെഷീനറി ഇതിന് എക്സ്പോഷർ കൊടുക്കുക. ഇങ്ങനെയാണ് ഈ മെഷീനറി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ആദ്യം പറഞ്ഞല്ലോ കോർപ്പറേറ്റ് ഫണ്ടിങ് എന്ന് പറഞ്ഞല്ലോ. ഈ കോർപ്പറേറ്റ് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ ജോർജ് സോറോസ് ആണ്. ബട്ട് ഹീ ഈസ് ഓൺലി 1 പേഴ്സൺ. ഇതുപോലൊരു കളക്ഷൻ ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ എന്താ പറയുക ഇതുപോലൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നമുക്കറിയാവുന്ന ഒരാൾ ജോർജ് സോറോസ് ആണ്. ഇപ്പോൾ ഈ ഒരു ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് ഒരു ഹെൻറി ലൂയിസ് ഫൗണ്ടേഷനും വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറമെ എത്രയോ പേര് കിടക്കുന്നു. സോ ഇതേ ഒരു സിസ്റ്റം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ളൊരു ലോങ് ടേം സൊല്യൂഷൻ എന്ന് പറയുന്നത്. വി നീഡ് അവർ ഓൺ ഇക്കോസിസ്റ്റം ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് ഹാപ്പനിങ്. വളരെ സ്ലോ ആയിട്ടാണ്, വളരെ ചെറിയ രീതിയിലാണ് ദാറ്റ് ഈസ് ഹാപ്പനിങ്. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ വേൾഡിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 4 ഇക്കോസിസ്റ്റങ്ങളാണുള്ളതെന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത്. ഇപ്പം അങ്ങനെ ഒരു എന്താ പറയുക ഒരു വലിയൊരു റെഫറൻസ് ഒന്നും പറയാനില്ല. എന്നാലും 4 ഇക്കോസിസ്റ്റങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും പവർഫുള്ളായി നിൽക്കുന്നതാണ് പറയുന്നത്. ഒന്നാമത്തെ ഒബ്വിയസ്ലി US ഇക്കോസിസ്റ്റമാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് CIA ആണ്. CIA കീഴിലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വരുന്നത്. ഉദാഹരണത്തിന് ഹെൻറി ലൂയിസ് ഫൗണ്ടേഷൻ പറഞ്ഞു, ഇപ്പോൾ ക്രിസ്റ്റഫർ ജെഫ്രലോട്ടിന് ഫണ്ട് ചെയ്തിട്ടുള്ള ഹെൻറി ലൂയിസ് ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഒട്ടുമുക്കാലും CIA എക്സ് എംപ്ലോയീസ് ആയിരിക്കും. അതുപോലെ പലയിടത്തും ഈ ഒരു ലിങ്ക് കാണാൻ പറ്റും. അത് CIA കാര്യം. രണ്ടാമത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളത് ചൈനയുടെ ILD ആണ്, ഇൻ്റർനാഷണൽ ലൈസൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഇൻ്റർനാഷണൽ ലൈസൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ
സംഭവം രണ്ടാമതാണെന്നുണ്ടെങ്കിലും അവരുടെ സ്ട്രാറ്റജി കുറേയും കൂടെ റൂത്ത്ലെസ് ആണ്, കുറേയും കൂടെ എഫക്റ്റീവാണ്. അതിനെപ്പറ്റി ഒരുപാട് പറയാനുണ്ട്. ഒരു 3 പോയിൻറ്റ് വാർഫെയർ എന്ന് പറയും. അവർ 3 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ 6 പോയിൻ്റാണ്. പക്ഷേ അതിൽ ഒരു കാര്യം മാത്രമേ ഈ പറയുന്ന ഇൻഫർമേഷൻ വാർ എന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു തലത്തിൽ വരുന്നുള്ളൂ. ചൈനയുടെ അങ്ങനെയല്ല, ഈ 3 തലം അങ്ങനെയാണ്. സോ ഈ ഒരു 2 കഴിഞ്ഞാൽ മൂന്നാമത്തെ ഇസ്ലാമിക് ഇക്കോസിസ്റ്റമാണ്. ഇസ്ലാമിക് ഇക്കോസിസ്റ്റം പ്രധാനമായും എന്താ പറയുക, ബാക്ക്ഡ് ബൈ പെട്രോ ഡോളറാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇസ്ലാമിക് ഇക്കോസിസ്റ്റം ഏറ്റവും പ്രകടമാവുന്നതും ഏറ്റവും ആക്റ്റീവ് ആവുന്നതും 1970s ശേഷമാണ്. കൃത്യമായി 1974 പെട്രോ ഡോളർ ജനിക്കുന്നത്. സോ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേൾക്കുന്നവർക്ക് അത്ര അങ്ങോട്ട് വിശ്വാസം വരണമെന്നില്ല, ഒബ്വിയസ്ലി ഇന്ത്യൻ ഇക്കോസിസ്റ്റമാണ്. ഒരു ബഡ്ഡിങ് ഇക്കോസിസ്റ്റമാണ്, വളർന്നു വരുന്നുണ്ട്, പല ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈയിടെ ഒരു CIA ഉദ്യോഗസ്ഥ, അവരുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ബൈറ്റ് വന്നായിരുന്നു. ട്വിറ്ററിലൊക്കെ അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിലവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ഗവൺമെൻറ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെൻറ്റിന് ഒരു $10 മില്യൺ എയ്ഡ് കൊടുത്തായിരുന്നു. $10 മില്യൺ എന്ന് പറഞ്ഞാൽ ഒരു US ഗവൺമെൻറ് കൊടുക്കുന്ന എയ്ഡൊക്കെ വെച്ച് നോക്കുമ്പോൾ തുച്ഛമായിട്ടുള്ളൊരു തുകയാണ്. അവർ ബില്യൺസിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു $10 മില്യൺ കൊടുത്തിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്യുന്നത്, അതിന് തിരിച്ച് പ്രത്യുപകാരം വാങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ $10 മില്യൺ പകരം താലിബാൻ്റെ ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ താലിബാൻ്റെ നെറ്റ്വർക്ക് അവർ യൂസ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ച് പാകിസ്ഥാനിലുള്ള കശ്മീരി മിലിറ്റൻസിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാം കൂടെ കേൾക്കുന്നൊരു വാർത്തയുണ്ട്, അജ്ഞാതൻ്റെ കൈകൊണ്ട് മരണപ്പെട്ടു എന്ന്. മിക്കവാറും ഈ പറയുന്ന ഒരുമാതിരി അജ്ഞാതന്മാർ നമ്മൾ കരുതുന്ന പോലെ റോ ഏജൻറ്റോ അല്ലെങ്കിൽ ഭാരതീയരോ പോലെ ആവണമെന്നില്ല, താലിബാൻകാരായിരിക്കും. സോ ഇക്കോസിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മൾ കൈ നനയുന്നില്ല, നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതുപോലെ ഒരുപാട് ട്വിറ്റർ ഹാൻഡിലുകൾ, എക്സ് ഹാൻഡിലുകൾ ഇപ്പോൾ കാണാൻ പറ്റും വിദേശികളുടെ. നമ്മളുടെ പോളിസീസിനെ അംഗീകരിക്കുന്നതും നമ്മളുടെ പോളിസീസിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നതും നമ്മളുടെ പോളിസീസിനെ ഒരുപാട് എന്താ പറയുക, അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് എക്സ് ഹാൻഡിലുകൾ ഇപ്പോൾ കാണാൻ പറ്റും. ഇതൊന്നും വെറുതെ ഉണ്ടാവുന്നതല്ല, നത്തിങ് ഈസ് കോയിൻസിഡൻസ്. ഇതിനെല്ലാം പിന്നിൽ കാരണങ്ങളുണ്ട്. ഓക്കെ, സോ ഓൾ ഓഫ് എ സഡൻ അദാനിക്കെതിരെ വന്നിട്ടുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ട്, ഇറ്റ് മേക്സ് ഹോൾ ലോട്ട് ഓഫ് ന്യൂ സെൻസ്. ബാക്കി ആലോചിച്ചാൽ മതി, എന്തുകൊണ്ടാണ് ഈ ഒരു ആക്രമണം അദാനി എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിക്കെതിരെ ഉണ്ടായത്. അത് കേവലം ഈ പറയുന്ന ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഒരു ഷോർട്ട് സെല്ലിംഗ് നടത്തി കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി ആയിരുന്നോ, അതിനപ്പുറമുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നോ എന്നുള്ളതെല്ലാം ഈ ഒരു വഴി കൂടെ ഒന്ന് ചിന്തിച്ച് പോയി കഴിഞ്ഞു എന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു പേഴ്സ്പെക്റ്റീവ് കിട്ടും. അപ്പോൾ ആ ഒരു വഴിക്ക് ചിന്തിച്ച് പോയി കഴിഞ്ഞു എന്നുണ്ടെന്ന് വെച്ചാൽ ഇതെന്തിന് ചെയ്യണം, ഇത്രയും പണം കിട്ടാൻ വേണ്ടി എന്നുള്ളത് ഒരു മറയാണ്. ആക്ച്വലി ടാർഗറ്റ് കോർപ്പറേറ്റ് ഫണ്ടിങ് ആണ്. ഈ കോർപ്പറേറ്റ് ഫണ്ടിങ് എവിടെയെങ്കിലും അബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്കോസിസ്റ്റത്തിൻ്റെ വളർച്ച അവിടെ നിൽക്കും. അതാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ഈ ഷോർട്ട് സെല്ലിംഗ് വഴി എന്തെങ്കിലും 10 രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബോണസ്, അത്രയേ ഉള്ളൂ. സോ അതാണ് അതിനുള്ള മറുപടി. ആ ഒരു ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഈ കോർപ്പറേറ്റ് ഫണ്ടിങ്ങും ഈ പറയുന്ന തിങ്ക് ടാങ്കുകളും ഈ പറയുന്ന ഹ്യൂമൻ അസറ്റുകളും ഈ പറയുന്ന PR മെഷീനറിയും ഒക്കെ നല്ല രീതിയിൽ അഗ്രസീവായി വളർത്തിക്കൊണ്ടുവരിക, അത് തന്നെയാണ് അതിനുള്ള മറുപടി. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് താങ്കളുടെ അഭിപ്രായത്തിൽ എന്ന് വേണം കരുതാൻ. പക്ഷേ നമുക്ക് ആവശ്യമുള്ള സ്കെയിലിൻ്റെ ഒരു എന്താ പറയുക, ഒരു 10-1 പോലും ആയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നടക്കുന്നില്ല എന്ന് കരുതാൻ പറ്റില്ല. അതായത് ഒരു കാലത്ത് ചേരിചേരാ നയവും അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അഴകുഴമ്പൻ നയങ്ങളുമായി നിന്നൊരു രാജ്യമായിരുന്നു ഇന്ത്യ. അതായത്
ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ കുറച്ചുകൂടി അഗ്രസീവായിട്ടാണ്. കാര്യം ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രത്തോളം എതിർപ്പുണ്ടായിട്ടും നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിനെ കാണുന്നതും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു, അവിടെ നിന്നുള്ള പരമോന്നത ബഹുമതി സ്വീകരിക്കുന്നു. അത് പലപ്പോഴും ഒരുപാട് ചർച്ചയായിട്ടുള്ളതാണ്. ജയശങ്കറിൻ്റെ വിദേശകാര്യമന്ത്രി ജയശങ്കറിൻ്റെ പല ചർച്ചകളും, അതായത് യൂറോപ്യൻ പത്രപ്രവർത്തകർ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന മറുപടികളും. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയിലേക്ക്, ഒരു ശക്തമായൊരു രാജ്യം എന്നുള്ള നിലയിലേക്ക്, അല്ലെങ്കിൽ ആഗോളതലത്തിൽ ഇടപെടുന്ന വലിയൊരു ശക്തി എന്നുള്ള നിലയിലേക്ക് ഇന്ത്യയുടെ വളർച്ച സഹിക്കാൻ കഴിയാത്തവരാണ് ഈ ചെയ്യുന്നത് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ഒബ്വിയസ്ലി, ഫോർ ഒബ്വിയസ് റീസൺസ്. അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾക്ക് വിഘാതം വരുന്ന രീതിയിൽ പുതിയൊരു ഇക്കോസിസ്റ്റം വളർന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം രാജ്യങ്ങൾ തമ്മിൽ മാത്രമല്ല, ഒരു ചെറിയൊരു അങ്ങാടിയിൽ ഒരു പുതിയ കട വന്നു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് അതേ കച്ചവടം ചെയ്യുന്ന ഒരു കടക്കാരൻ എന്തെല്ലാം ചെയ്യും? അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ CIAയുടെ റേഞ്ചിലുള്ള ഒരു ഇക്കോസിസ്റ്റം എന്തെല്ലാം ചെയ്തുകൂടാ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു കൗണ്ടർ മെഷർ നമ്മളിവിടെ സ്വീകരിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ രാജ്യം ശക്തമാകുന്നത് സഹിക്കാൻ കഴിയാത്തവർ ആയുധമാക്കുന്നത് ഒരു കാലത്തെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനമായിരുന്നെന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ അന്ന് അതിൻ്റെ ബാക്കിയാണെന്നാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു സംവിധാനത്തെയും അതിൻ്റെ രാഹുൽ ഗാന്ധി എന്നുള്ള പോസ്റ്റർ ബോയിയെയുമാണ് ഇവർ ആയുധമാക്കുന്നത്. തീർച്ചയായും സംശയമില്ലാത്ത കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒന്ന് ക്ലോസ്ലി ഒബ്സർവ് ചെയ്താൽ അറിയാം. എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഈ ഒരു 2014 വരെ ഉള്ള നമ്മൾ ബ്രോഡായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സെൻറ്റർ ലെഫ്റ്റ് പൊളിറ്റിക്സ് ആയിരുന്നു. ഇപ്പോൾ അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ് ഒരു ഫാർ ലെഫ്റ്റ് പൊളിറ്റിക്സ് ആണ്. ആ ഒരു വ്യത്യാസം എന്തുകൊണ്ടുണ്ടായി? ആ ഒരു സ്ട്രാറ്റജിയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായി? കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. അതെ, ഈ ഒരു ഫാർ ലെഫ്റ്റിലേക്ക് അവർ ഫാർ ലെഫ്റ്റിനെ വിമർശിച്ചിരുന്നവരാണ്. എങ്ങനെയാണ് ഇവർ ഇപ്പോൾ ആ ഫാർ ലെഫ്റ്റ് പോളിസീസ് പെർപെട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്? സോ അതിൻ്റെ ഒരു കാരണം അന്വേഷിച്ചാൽ ഇതല്ലാതെ വേറൊരു പോസിബിലിറ്റി നമുക്ക് കാണാനില്ല. എന്താണെന്ന് വെച്ചാൽ അധികാരമില്ലാതെ ഇപ്പോൾ 10 വർഷമായി, ഇപ്പോൾ 15 ആവാൻ പോകുന്നു. ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിലെല്ലാവരും ആൾക്കാർ നിൽക്കുന്നവർക്ക് പല അംബിഷൻസും ഉണ്ടാവുമല്ലോ. ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവർക്ക് ഒരുപാട് പേര് കൊഴിഞ്ഞു പോയി കഴിഞ്ഞു എന്നുണ്ടെന്ന് വെച്ചാൽ സ്വാഭാവികമായും ആ പാർട്ടിയുടെ ശക്തി ക്ഷയിക്കും. അപ്പം നിലനിൽപ്പാണ് വിഷയം. അപ്പോൾ അതിനു വേണ്ടി അവർ ഈ പറയുന്ന ഒരു പോളിസിയിൽ വലിയൊരു മാറ്റം വരുത്തി എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. ഒരു 2029 ഒരു ഇൻഫർമേഷൻ വാർ എങ്ങനെയായിരിക്കും? ഏതെങ്കിലും ഒരു ഊഹമുണ്ടോ? ഒരൊറ്റ കാര്യം പറയാം. 2029 പോകുന്നതിന് മുമ്പ് 2024 ഇലക്ഷനിൽ തന്നെ ഏതോ ഒരു ഒരൊറ്റ മീഡിയ റിപ്പോർട്ട് എക്സ്പോസ് ചെയ്തിട്ടുള്ളത് 101 വ്യാജ വാർത്തകളാണ്. ആ ഒരൊറ്റ റിപ്പോർട്ടിൽ ഈ 101 വ്യാജ വാർത്തകൾ ഒരു റിപ്പോർട്ട് എന്ന് വെച്ചാൽ കോൺഗ്രസ് മാത്രമല്ല, അവരുടെ ഇന്ത്യ അലയൻസ് ആസ് എ ഹോൾ. സോ ഈ ഒരൊറ്റ റിപ്പോർട്ടിൽ ഈ 101 വ്യാജ വാർത്തകൾ വരണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ 2024 തന്നെ എത്ര വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടാവും? അത് ആ ഒരു സമീപനം അവർ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും മികച്ചൊരു എക്സാമ്പിളാണ് പാർലമെൻറ്റിനകത്ത് തന്നെ ഒരു ഫോൾസ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. ആ അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ അവർ പറയുന്ന വിഷയം. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റാത്തവരല്ലല്ലോ സ്വാഭാവികമായി അവിടെ ഇരിക്കുന്നത്. ഇദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇവർക്കെല്ലാം ഈ ഇൻഫർമേഷൻ അറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തൊരു എന്താ പറയുക, ഒരു ഫോൾസ് ഇൻഫർമേഷനായിട്ട് നമുക്ക് തോന്നുന്നുള്ളൂ. സോ അവരത് തുടരാൻ പോവുകയാണെന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മളൊന്ന് നോക്കുക എന്ന് വെച്ചാൽ 2019 ഞാൻ പറഞ്ഞു ഈ ന്യായ് പദ്ധതി ഇത്രയും ഫ്രീ ബി വരുന്നു എന്നുള്ളൊരു ഫോൾസ് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്തു. 2024 എത്തിയപ്പം അത് എത്ര കണ്ട് കൂടി? അത് 2029 ആ ഗ്രാഫ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എവിടെ വരെ എത്തി നിൽക്കുമെന്ന്. ആ ധാരണ വെച്ചിട്ട് വേണം ഇപ്പുറത്ത് കൗണ്ടർ മെഷേഴ്സ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഇക്കോസിസ്റ്റങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തന രീതി, അതിൻ്റെ ഒരു ബാക്ക് ബോൺ, അതായത് ഏത് പ്രവർത്തന രീതിക്കും അതിൻ്റേതായ ഒരു സിദ്ധാന്തങ്ങൾ വേണം,
അതിൻ്റെ അനുസരിച്ചുള്ള തലച്ചോറുകൾ വേണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ള ഒരു സംഗതിയാണ്. ഇതിൽ നിന്നാണല്ലോ, ഈ സിദ്ധാന്തങ്ങളിൽ നിന്നാണല്ലോ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. എന്താണ് ഈ പറയുന്ന നമ്മൾ ഇൻഫർമേഷൻ വാറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കോ സിസ്റ്റങ്ങൾ ഉണ്ടാകുന്ന ആ ഒരു പ്രവർത്തന പദ്ധതി എന്താണ്? ഇതിൻ്റെ ഒരു ഘടന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ആക്ച്വലി ബേസ് ചെയ്തിരിക്കുന്നത് നമുക്കെല്ലാം വളരെ പരിചിതമായിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഞാനത് എന്താണെന്ന് പറയാം. ഇപ്പോൾ ഒരു നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതി, നമ്മൾ വിഭാവനം ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി, ഇത് രണ്ടും തമ്മിലുള്ള ഒരു സംഘർഷം, അതിൽ നിന്നും ഉരുത്തിരിയുന്ന പുതിയൊരു വ്യവസ്ഥിതി. ഇത് ചുരുങ്ങിയ പക്ഷം കേരളത്തിലെങ്കിലും ഒരു വിഭാഗം ആളുകൾക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഈ നിലനിൽക്കുന്ന വ്യവസ്ഥിതി എന്ന് പറയുന്നത് തീസിസ് എന്ന് പറയുന്നു. വിഭാവനം ചെയ്യുന്ന ഒരു ഐഡിയൽ ആയിട്ടുള്ള വ്യവസ്ഥിതി എന്ന് പറയുന്ന ഒരു ആൻറ്റി തീസിസ് വരുന്നു. ഈ രണ്ട് കൺസെപ്റ്റുകളും തമ്മിലുള്ള സംഘർഷത്തിൽ നിന്ന് പുതിയൊരു വ്യവസ്ഥിതി ഉണ്ടാകുന്നു. ഏറെക്കുറെ ഇതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകളുടെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന സംഭവം. ഇത് ആക്ച്വലി ഹെഗലിൻ്റെ പ്രൊപ്പോസിഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഇക്കോസിസ്റ്റങ്ങൾ ഫോളോ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ്, അതിന് ഹെഗേലിയൻ മെത്തേഡ് എന്നാണ് പറയുക. അത് ഇക്കോസിസ്റ്റങ്ങൾ, ഈ പറയുന്ന ഇക്കോസിസ്റ്റങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പുള്ള ഒരാശയമാണ്. സോ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ആവശ്യമുള്ള ഒരു വ്യവസ്ഥിതി എന്താണെന്ന് ആദ്യം ഒരു നിർണയം ഉണ്ടായിരിക്കും. ആ വ്യവസ്ഥിതിയിലേക്ക് ഒരു ജനതയെ നയിക്കാൻ പാകത്തിനുള്ള ഒരു ആൻറ്റി തീസിസ് അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് കൈൻഡ് ഓഫ്. ഇപ്പോൾ റീസെൻറ്റ് കോണ്ടെക്സ്റ്റിൽ പറയുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്താ പറയുക, ഒരു ഉദാഹരണം മാത്രമാണ് കോവിഡ് എടുക്കുക. കോവിഡ് ഒരു ആൻറ്റി തീസിസ് ആണെന്ന് കണക്കാക്കുക. അത് കഴിഞ്ഞ് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നു. അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സിന്തസിസ് എന്താണെന്ന് വെച്ചാൽ, അതുവഴി അവർ പ്രയോഗത്തിൽ വരുത്തിയിട്ടുള്ളൊരു സംഭവം എന്താണ്? വാക്സിൻ സെയിൽസ് ആണ്. വാക്സിൻ സെയിൽസ് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് കോവിഡ് എന്ന് പറയുന്ന ഒരു ആൻറ്റി തീസിസ് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഞാൻ വാക്സിൻസിൻ്റെ എഫിക്കസിയെ പറ്റിയിട്ടല്ല പറയുന്നത്, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. സോ ഇങ്ങനൊരു ആൻറ്റി തീസിസ് കൊണ്ടുവരുമ്പോൾ ജനം സ്വാഭാവികമായിട്ടും ഈ വാക്സിന് വേണ്ടി ഇടിച്ചു കയറാൻ തുടങ്ങും. അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ നിലനിൽക്കുന്ന വ്യവസ്ഥിതിയിൽ കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവം വന്നു ചേരുന്നു. അതിന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജനം ഓരോന്ന് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡാണ് ഏതൊരു ഇക്കോസിസ്റ്റത്തിൻ്റെയും ഇൻഫർമേഷൻ വാറിനുള്ള ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും. സോ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സാധാരണക്കാരൻ അയാൾക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ 21ാം നൂറ്റാണ്ടിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് റിയലി ലേൺ, അൺലേൺ ആൻഡ് റീലേൺ എന്ന് പറയും. ആ ഒരു ചിന്താശൈലി നമ്മൾ ഒരുപാട് പഠിക്കണം. അതേ നിലനിൽക്കാൻ വഴിയുള്ളൂ. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ളൊരു ഫോൾസ് ഇൻഫർമേഷൻ, ഫോർ എക്സാമ്പിൾ എല്ലാവർക്കും വെറുതെ 1,00,000 രൂപ തരാമെന്ന് പറയുന്നു. ഇത് പ്രാക്ടിക്കൽ ആകുമോ എന്നുള്ളൊരു സംശയം ഉള്ളിൻ്റെ ഉള്ളിലൊരു സാധാരണ മനുഷ്യൻ എപ്പോഴായാലും വരും. അതുപോലൊരു ഇൻഫർമേഷൻ വന്നാൽ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ആൻറ്റി തീസിസ് ഇൻ ദാറ്റ്. ആ ആൻറ്റി തീസിസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ലക്ഷ്യം വയ്ക്കുന്ന സിന്തസിസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് സാധാരണക്കാരന് അറിയാം. ഇത്രേ വേണ്ടൂ. ഈ ഒരു ചിന്താശൈലി നമ്മൾ ശീലിക്കണം. എന്നാൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ വരാൻ പോകുന്ന ഇൻഫർമേഷൻ വാറിനെ നേരിടാൻ കഴിയുള്ളൂ. അതെ, അത് പൊതുജനത്തിന് മനസ്സിലാവുന്ന ഒരു സമയം വരും. സ്വാഭാവികമായും ഇതുപോലൊരു വലിയൊരു ഇൻഫർമേഷൻ വാറിൻ്റെ ഒരു പ്രളയം വരുമ്പോൾ ഇതിൽ ഒരുപാട് വ്യാജവാർത്തകളും കാര്യങ്ങളൊക്കെ വരും. ഈ പറയുന്ന ഒരുപാട് വ്യാജവാർത്തകൾ ഖണ്ഡിക്കപ്പെടും. അതും ജനങ്ങളറിയും. അപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ സ്വാഭാവികമായും ഈ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. ആ ചിന്താശൈലിക്ക് പതുക്കെ പ്രചാരം വരും. അതിനെ ഒന്ന് കാറ്റലൈസ് ചെയ്യാനും അതിനെ കൂടുതൽ വേഗതയിൽ ജനങ്ങളെ അതിന് പ്രാപ്തരാക്കാനും ഒക്കെ നമ്മളുടെ ഒരു ഇക്കോസിസ്റ്റത്തിന് സാധിക്കുകയും വേണം.